ഏത് പട്ടിയാടാ പറഞ്ഞത് തോമാക്ക് പേടിയാന്ന്? എടാ നീ ഇത് കണ്ടോ? കണ്ടോന്നു? 8 ഉഗ്രൻ കുത്തായിരുന്നു. എന്നിട്ടും തോമാ പേടിച്ചില്ല. പിന്നെ ഇനി എടാ തോമ സമ്മതിച്ചു. നിനക്ക് അത്രയ്ക്ക് ചങ്കുറപ്പാണേല് നീ എന്തിനാ റെയിലാപ്പീസ് ചുറ്റി പോകുന്നേ? അമ്മങ്കാവ് കൂടെ പോകുന്നല്ലേടാ എളുപ്പം. അത് പിന്നെ ചെളിവെള്ളം ആയതുകൊണ്ടാ. ഒന്ന് ചുമ്മാ എരിയടേ തോമ. അതെന്താന്ന് വെച്ചാ നിനക്ക് പേടിയാ. അമ്മങ്കാവ് കൂടെ പോവാ നിനക്ക് പേടിയാ എന്ന് വെച്ചാ എല്ലാവർക്കും പേടിയാ. എന്ന് വെച്ചാ അവിടെ പ്രേതത്തിന്റെ ഉപദ്രവമുണ്ട്. പ്രേതവും പിശാചും എന്നൊക്കെ പറഞ്ഞ തോമാക്ക് രോമാടാ. നീ നോക്കിക്കോ, ഞാൻ ഇന്ന് അമ്മങ്കാവ് വഴിയാ പോകുന്നേ. കരകം പറഞ്ഞ അവിടെ ഇരിക്കട്ടെ തോമ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. താൻ അവിടെ ഇരിക്കേ. ഞാൻ ഇരിക്കുന്നില്ലടാ വാസു, ഞാൻ എന്റെ വീട്ടിൽ പോവുക. അതിനെ ഒറ്റയ്ക്കല്ലേ പോകുന്നത്? ഞാൻ കൂടെ വരുന്നില്ലയോ? ഞാനിന്ന് ഒറ്റയ്ക്ക. ഞാൻ അമ്മങ്കാവ് വഴിയാ പോകുന്നേ. അമ്മങ്കാവ് വഴി? തനിക്ക് മത്ത് പിടിച്ചോ തോമ? എന്താടാ പോയാല് വിളിച്ച് വീഴിക്കളയോ? അതുവഴി പോയാലുള്ള അനുഭവം തനിക്ക് അറിയാമല്ലോ. വെറുതെ വാശി പിടിക്കല്ലേ. എഴപ്പ് ഞാനില്ലേടാ നിനക്ക് ആണെന്നും പറഞ്ഞ് നടക്കാൻ. അമ്മങ്കാവ് വഴി വെച്ചൂടോ പോലും. ഞാനിന്ന് അമ്മങ്കാവ് വഴി പോവും. നാളെ കാലത്ത് പണിക്ക് പോകുമ്പോ ഞാൻ വന്ന് നിന്നെ വിളിച്ചുണർത്തുകയും ചെയ്യും. എന്താ അമ്മങ്കാവിൽ കൂടെ പോയാല് തോമായ ഒരു ചുക്കും ആരും ചെയ്യും. വാസോണ അറിഞ്ഞില്ലേ? ഉന്തുവടി തോമ അമ്മങ്കാവിനോട് ചത്ത് കിടക്കും. നിങ്ങൾ ഒരുമിച്ചല്ലേ ഇന്നലെ ഷാപ്പിൽ നിന്ന് പോന്നേ? പോണ്ടാന്ന് ഞാൻ 10 പ്രാവശ്യം പറഞ്ഞതാ. ഞാറ് നടാൻ പോയ കാളിപ്പലക്കള്ളി ആദ്യം കണ്ടേ. ഇപ്പൊ ഇതും കൂടെ ചേർത്ത് അമ്മങ്കാവിന്റെ നടയിൽ ചത്തു കിടക്കുന്ന 9ാമത്തെ ആളാ. എന്താ തീർന്നില്ലേ? ശരി, നീ വായിക്ക്. സതംകുഞ്ഞ് അറിയുന്നതിന് വാസു എഴുതുന്നത്. അമ്മങ്കാവിന്റെ വാതിൽക്കൽ വെച്ച് വീണ്ടും മരണം നടന്നിരിക്കുകയാണ്. ആളുകളുടെ മനസ്സിൽ അങ്കലാപ്പും പേടിയുമാണ്. സതംകുഞ്ഞ് ഇനി ഇവിടെ വന്ന് താമസിക്കുമെന്ന വിശ്വാസമൊന്നും വാസുവിനില്ല.
ഈ വസ്തു കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഭേദം വിൽക്കുന്നതാണ്. സദൻകുഞ്ഞിന്റെ അഭിപ്രായം എത്രയും പെട്ടെന്ന് അറിയിക്കുമല്ലോ. വാസു എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വിവരം മടക്ക തപാലിൽ എഴുതി അറിയിച്ചാൽ വളരെ സഹായം എന്ന് വാസു. ലീവ് കിട്ടി. ജോസഫ്, ഇനിയും എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താണ് ഇത്ര പെട്ടെന്നുള്ള യാത്രയുടെ കാര്യം? നിങ്ങൾ എവിടം വെച്ചോണ്ടാ കേട്ടോണ്ടിരിക്കുന്നത്? കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ. അതിനാണെങ്കിൽ പണ്ടേ ഒരു പേടിത്തൊണ്ടന, അതുകൊണ്ടാണ് ഉടനെ ചെല്ലണമെന്നും പറഞ്ഞ് ഫോൺ ചെയ്തത്. സംഭവം നടന്നത് കേരളത്തിലെ ഏതൊരു പട്ടിക്കാട്. താൻ ഈ കൽക്കത്തയിൽ നിന്ന് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ മാത്രമല്ല, മദ്രാസിൽ സക്രിയാക്കി ഇക്കാക്കയ്ക്ക് അവൻ ഫോൺ ചെയ്തിട്ടുണ്ട്. ഏയ്, തന്റെ ഈ മുടിഞ്ഞ കമ്പനിയിൽ ഈ ഇക്കാക്കാന്ന് പറഞ്ഞാൽ വന്ന് വെട്ടതെങ്ങനാണ്? മദ്രാസ് ഞാനും സദനും കറിയായി ഒന്നിച്ച് പഠിച്ചോണ്ടിരുന്നപ്പോഴൊക്കെ കാശിന് പെട്ടെന്ന് വല്ല ആവശ്യം വന്നാൽ ഇക്കാക്കയുടെ കടയിൽ നിന്ന് ചൂണ്ട്. ആക്ക് 40 വയസ്സുണ്ടെന്നേ ഉള്ളൂ. ഒരു ജോലി പാർട്ടിയാ. എന്നാലൊരു അഡ്ജസ്റ്റ്മെന്റ്. നാളത്തെ പാർട്ടിയും കഴിഞ്ഞ് താൻ പോയിക്കോ. എന്താ? പക്ഷെ എനിക്ക് നാളെ തന്നെ പോയേ പറ്റൂ. ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞല്ലോ. അച്ഛനും അമ്മയും ഇല്ലാത്ത എന്നെ അനാഥാലയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഈ നിലയിൽ പഠിപ്പിച്ചെടുത്തത് തന്നെ സദന്റെ അമ്മാവനാണ്. അദ്ദേഹം മരിക്കുമ്പോൾ എന്നോട് ഒന്നേ ആവശ്യപ്പെട്ടു, സദന് തുണയായിരിക്കും. സദനാണെങ്കിൽ ആദ്യമായിട്ടാണ് എന്നോടൊരു സഹായം ആവശ്യപ്പെടുന്നത്. ഏതായാലും താൻ പോകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് പറയുക, നാട്ടുമ്പുറത്തെ പെണ്ണുങ്ങളും ബഹുക്ഷേമമാകട്ടോ. ഇതാണ് മിസ്റ്റർ ജമാലിന്റെ ഇപ്പോഴത്തെ ശരീരഘടന. ആ നിലയ്ക്ക് ഒരു വിവാഹം ഒഴിവാക്കുന്നതായിരിക്കും ഭംഗി. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡോക്ടർ. ഇക്കാക്ക സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷേ ഡോക്ടർ പറയുന്നത് ലൈംഗികമായ ശേഷി ഇനി ഇക്കാക്കുണ്ടാവില്ലെന്നാണ്. എന്ന് പറയാനാവില്ല. തൽക്കാലം ജമാലിന് ആ ശേഷി നന്നേ നശിച്ചിരിക്കുന്നു എന്നേ പറയാനാവും. ഒരുപക്ഷെ പിൽക്കാലത്ത് അത് ഉണ്ടായിക്കൂടാ എന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും ധാരാളമുണ്ട്. ആട്ടെ, ജമാൽ എവിടെ? പുറത്തിരിപ്പുണ്ട്. ഞാനകത്തേക്ക് കൊണ്ടുവന്നില്ല. ഇക്കാക്കയുടെ മനസ്സ് ഇപ്പോഴും കൊച്ചുകുട്ടിയുള്ളതുപോലെ. ഡോക്ടർ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാലോ എന്ന് ഞാൻ ഭയന്നു. എല്ലാം ശരിയാകുമെന്ന് ഡോക്ടർ തന്നെ ഇക്കാക്കയോട് ഒന്ന് പറയണം. അതിനെന്താ, ഞാൻ പറയാമല്ലോ. ഇക്കാക്ക, ഈ കഴുത പറയുന്നത് കേട്ട് നിങ്ങളൊക്കെ എന്താ മിണ്ടാതിരിക്കുന്നത്? അവന്റെ വീടിന് ചുറ്റും പ്രേതങ്ങളാണത്രേ. പ്രേതങ്ങൾ ചുമ്മാ ഓടി നടന്ന ആളുകളെ കൊല്ലുകയാണത്രേ. പൊടിയാ, നിനക്ക് പ്രേതങ്ങളുടെ വിശ്വാസമില്ലേ? പൊടിയാ, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ വിശ്വസിക്കണ്ട. പക്ഷേ നിനക്ക് വിശ്വാസമില്ലാത്തതൊക്കെ അസത്യമാണെന്ന് ധരിക്കരുത്. ജോസഫ്, പ്രേതങ്ങളെ നീ നമ്പണ്ട. പക്ഷേ മന്ത്രങ്ങൾക്കുള്ള ശക്തി നിനക്ക് ഒരിക്കലും തള്ളിപ്പറയാനാവില്ല. നീ എന്റെ അപ്പച്ചനോടും സംസാരിച്ചു നോക്ക്. അപ്പച്ചന്റെ ശിക്ഷണത്തിൽ കുറെയൊക്കെ മന്ത്രങ്ങൾ ഞാനും ഒപ്പിച്ചിട്ടുണ്ട്. ആ, അതിരിക്കട്ടെ. സദൻ പറഞ്ഞത് പൂർത്തിയാക്കിയില്ലല്ലോ, നിന്റെ അച്ഛനമ്മമാരുടെ മരണത്തെ പറ്റി. അതേ കാക്ക, അമ്മയും അച്ഛനും മരിച്ചത് സംശയാസ്പദമായ സാഹചര്യങ്ങളാണ്. ഒരു കാരണവുമില്ലാതെ. എനിക്കന്ന് 8 വയസ്സേ പ്രായമുള്ളൂ. അമ്മാവൻ പ്രശ്നം വെച്ചു. എന്റെ വീട്ടിൽ ഇനിയൊരു പരമ്പര ഉണ്ടാവില്ലെന്ന് പ്രശ്നത്തിൽ കണ്ടു. ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് അമ്മാവൻ എന്നെ മദ്രാസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതിൽ പിന്നെ ഞാൻ നാട് കണ്ടിട്ടില്ല. അമ്മാവന്റെ മരണശേഷവും പിന്നീട് എന്റെ കുടുംബക്ഷേത്രത്തിന് മുന്നിൽ പലരും കാരണമില്ലാതെ മരിച്ചു കിടന്നു. ഇന്നെനിക്ക് അതിന്റെയൊക്കെ കാരണം അറിയണമെന്ന് തോന്നി. അപ്പോൾ ഈ വാസു? അന്നു മുതൽ വാസുവാണ് വീടും പറമ്പും നോക്കുന്നത്. പറമ്പിലെ ആദായം എടുക്കുന്ന അയാളാണ്. പക്ഷേ വിശ്വസ്തനാണ് അയാൾ. ഇതേക്കറിയാ, നിന്റെ തീരുമാനം പറ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കേട്ടിടത്തോളം സദൻ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ. സദന്റെ അമ്മാവൻ നടത്തിയ പ്രശ്നത്തിലും പിന്നീടുണ്ടായ മരണങ്ങളിലും എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എന്നാൽ നിന്റെ അപ്പച്ചനെ കൂടി കൊണ്ടുപോയാലോ? അത് വേണ്ടേ കാക്ക. അപ്പച്ചന് വയസ്സായിരിക്കല്ലേ. എന്റെ കയ്യിലും അത്യാവശ്യം ചില മന്ത്രങ്ങളുണ്ടല്ലോ. പക്ഷെ അത് മാത്രം പോരാ. വർഷങ്ങളായി ആൾവാസമില്ലാത്ത വീടാണ് സദന്റേത്. നാം താമസം തുടങ്ങുന്നതിന് മുൻപ് ചില പൂജകൾ ചെയ്തേ മതിയാവും. അതിനു പറ്റിയൊരാളുണ്ട്, രംഗയ്യ. അപ്പച്ചന്റെ ശിഷ്യനാണ്. ഞാൻ രംഗയ്യക്ക് നേരത്തെ ഫോൺ ചെയ്ത് കഴിഞ്ഞു. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊടിയൻ എന്താ മിണ്ടാത്തത്? അല്ലിക്കാക്ക, ഞാൻ ആലോചിക്കുകയായിരുന്നു. ഈ പ്രേതങ്ങളിൽ കൂടുതലും പെണ്ണുങ്ങളാണെന്നാണ് അറിവ്. ഈ പാർട്ടീസ് നേരെ വിരട്ടിക്കഴിഞ്ഞാൽ മുടിയെല്ലാം വിതർത്തിയിട്ട് വെള്ള സാരി ഉടുത്ത് ഫുൾ ഫോമിൽ അലഞ്ഞു നടക്കുമെന്നാണ് കേൾവി.
ഒരു മാസത്തെ താമസത്തിനിടയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കക്ഷിയെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരു കാര്യം തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത്. നമ്മുടെ ഈ യാത്രയിൽ ജോസഫ് കൂടി ഉണ്ടാകണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. മറ്റൊന്നും കൊണ്ടല്ലേ കാക്ക, അത്രയ്ക്ക് ശ്രമകരമായ ഒരു പണിക്കാണ് നാം പോകുന്നത്. ദേഹവും മനസ്സും ഒരുപോലെ ശുദ്ധിയായിരിക്കും. അതിലേറെ വിശ്വാസവും വേണം. ജോസഫിന്റെ വിശ്വാസം നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. ചേല ചുറ്റിയ തെങ്ങ് കണ്ടാൽ അറച്ചു നിൽക്കുന്നവനായി ഈ ജോസഫ്. അത്തരം മനസ്സുകാര് കൂടെ വരാതിരിക്കുന്നതാ ഭംഗി.